this crazy life we live, we all need someone to hold, a friend to light the way when the world starts to unfold. Through all the ups and downs, the highs and lows we share, we'll stick together, ride or die. Let's show we really care. Through thick and thin, you've been there by my side, a shoulder to lean on when the tears couldn't hide. You're the one who lifts me up when I'm feeling down. ഹലോ, വെൽക്കം ടു ഗോപിക കൃഷ്ണ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് പോകുന്നത് എറണാകുളത്തേക്കാണ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം 4 മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ. എനിക്കൊരു ഇന്റർവ്യൂ വന്നതാണ്. യാദൃശികമായിട്ട് വന്ന ഇന്റർവ്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്ലാനിങ്ങോ കാര്യങ്ങളോ ഇല്ല. ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ട്രെയിനിൽ പോകാൻ പോവാണ് ഗൈസ്. ഇപ്പം ആകെ നൈറ്റ് ആയിട്ട് ഒരു 4:45 4:30 എങ്ങാണ്ട് ആയിട്ടുള്ളൂ. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ഇരുട്ടെന്നറിയാവോ? അത് പോരാത്തിന് നല്ല മഴ. രണ്ടും കൂടെ ഒരുമിച്ച് വന്ന ഭയങ്കര രസമായിരുന്നു അവിടെ എത്തിയപ്പോഴേക്കും. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നിട്ട് കാക്കകളൊന്നും എഴുന്നേറ്റുണ്ടായിരുന്നു. കണ്ട കമ്പി വേലിയുടെ മേലെ മൊത്തം കാക്കകളായിരുന്നു. ഇവിടെ ഒക്കെ കുറേ പേര് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവരാരും ഞാൻ പോകുന്നവരെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം സമയം ഏറെക്കുറെ 5:15 5:30 എങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു. ആളെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. പക്ഷെ ഒന്നുമില്ല, ആള് നല്ല ഉറക്കമായിരുന്നു. 5:45 ഗൈസ്. അങ്ങനെ നമ്മുടെ ട്രെയിനൊക്കെ വന്ന് നമ്മൾ നേരെ ട്രെയിനിൽ കയറി. നീണ്ടൊരർക്കത്തിന് ശേഷം എറണാകുളത്തെത്തിയ എനിക്ക് എൻ്റെ മുന്നിലേക്ക് വന്നുപെട്ട് എൻ്റെ ഫ്രണ്ടുമായിട്ട് ഞാൻ ഫുഡും തപ്പിത്തെറിഞ്ഞ് പോയത് ഈ ബംഗാളിക്കടയിൽ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഇറങ്ങിയ കേസ് ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് വേണ്ടിയിട്ട്. ഇൻ്റർവ്യൂവിനെ പറ്റിയിട്ട് യാതൊരു കാര്യങ്ങളും ഞാൻ ഇതിൽ പറയുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയരുത് എന്ന് പറഞ്ഞു. ബിക്കോസ് ഇപ്പം തന്നെ 3000-ഓളം ആളുകൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് മറ്റുള്ള സോഷ്യൽ മീഡിയാസ് വഴി അറിയുമ്പോൾ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ മാസം 20-ാം തീയതി വരെ മാത്രമേ ഡേറ്റ്. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി നേരെ പോകുന്ന ഇനി അടുത്തത് ഫോർട്ട് കൊച്ചിയിലാണ്. എറണാകുളത്തെ വിശേഷങ്ങളൊക്കെ മൊബൈൽസിലൂടെയും ടി വിയിലൂടെയും കണ്ടു എന്നല്ലാണ്ട് യാതൊരു തരത്തിൽ നേരിട്ട് പോയി കണ്ടിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും അതായിക്കോട്ടെ എന്ന് കരുതുന്നത് നമ്മളങ്ങ് പോവുകയാണ് കേസ്. ചെന്നവൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിൽ പോയപ്പോൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്.
അങ്ങനെ ഐസ്ക്രീം വാങ്ങി കഴിച്ച് ദൂരത്തേക്ക് നോക്കി നിൽക്കുമ്പോഴായിരുന്നു അടുത്തന്നെ ഉണ്ടായിരുന്ന സംഭവം ഞാൻ നേരിട്ട് കാണുന്നത്. എന്ന് വെച്ചാൽ കല്ലിൻ്റെ ഇപ്പുറം വരെയൊക്കെ വെള്ളം ഇങ്ങ് ചാടി വരുന്നുണ്ട്. അത്രയും തിരമാല ആയതുകൊണ്ട് അത്രയും ഫോഴ്സിൽ വന്നിട്ട് അതിൻ്റെ ഇപ്പുറം വരെയൊക്കെ ചാടി വരുമായിരുന്നു. അതെന്തായാലും പിന്നീട് ക്യാമറ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തായാലും വരുന്നില്ല. കടൽ പ്രക്ഷോഭത്തിലാണ്, അതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. തിരമാല ഇങ്ങോട്ട് വരുന്നത് നമ്മളിപ്പോൾ അങ്ങ് അറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഐസ്ക്രീം വാങ്ങി കഴിക്കുമ്പോൾ കാക്ക കൊത്തിക്കൊണ്ടുപോകാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു. നമ്മൾ ഒരുവിധം അങ്ങേ അറ്റത്ത് നിന്ന് ഇങ്ങേ അറ്റം വരെ നടന്നിട്ടുണ്ടായിരുന്നു. ഇനി മുമ്പോട്ട് നടക്കണമെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പം നമ്മൾ ആ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പത്തിരുപത് മിനിറ്റോളം ഞങ്ങൾ ഇവിടെ തന്നെ നിന്നിട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ നിൽക്കുന്ന ഈ സൈഡിൽ പോലും ഈ നടക്കുന്ന ഇവിടെയൊക്കെ നിറച്ച് വെള്ളമായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വെള്ളം അടിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ തിരമാല ഇങ്ങോട്ട് വെള്ളം തെറിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അത് വേണ്ടിയിട്ട് കാത്തു നിൽക്കുമായിരുന്നു. പക്ഷേ ക്യാമറ ഓഫ് ചെയ്തപ്പോഴാണ് തിരമാല പൊങ്ങി അങ്ങ് അടിച്ചത്. അതുവരെ തിരമാല വരുന്നുണ്ടായിരുന്നില്ല.
നമ്മൾ ഇവിടം വരെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ തിരിച്ചു പോരുകയാണ് ചെയ്തത്. പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നേരെ നമ്മൾ പോകുന്നിടത്ത് മറൈൻ ഡ്രൈവിലേക്കാണ്. അപ്പോൾ നമ്മൾ ബസ്സൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിലാണെങ്കിൽ ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരൊക്കെ വന്നാലേ ബസ് എടുക്കത്തുള്ളൂ. കുറച്ച് നേരം നമ്മളിങ്ങനെ ഇരിക്കേണ്ടി വന്നു. അവിടെ നമ്മൾ ഇറങ്ങി നേരെ മറൈൻ ഡ്രൈവിലേക്കാണ് പോയത്. ഒരു 10 മിനിറ്റ് നടക്കേണ്ട ദൂരം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മറൈൻ ഡ്രൈവിൽ കയറി പുറത്തേക്ക് ഇറങ്ങാൻ ഒരു 10 മിനിറ്റ് നടക്കേണ്ട ദൂരം ഉണ്ടായിരുന്നു. മറൈൻ ഡ്രൈവിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. കുറച്ച് നടന്നതിന് ശേഷം ഒരു ഓട്ടോ കിട്ടിയായിരുന്നു. അപ്പോൾ ഓട്ടോയിലും കയറി നമ്മൾ പോകേണ്ടിരുന്ന റെയിൽവേ സ്റ്റേഷനിലാണ്. ഞങ്ങളാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ കഴിച്ചതാണ്. ഇതൊന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല. ശേഷം നമ്മളത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് ഏതെങ്കിലും ഹോട്ടലിൽ കയറി കഴിക്കണം എന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പം എന്തായാലും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് നേരെ ബാക്കിൽ കാണുന്നായിരുന്നു റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്ന് ടിക്കറ്റൊന്നും എടുത്തില്ല. ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് വരാമെന്ന് കരുതി. 2:45 സംതിങ് ആ ഒരു ടൈമിലായിരുന്നു ട്രെയിൻ വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് കഴിച്ചേക്കാമെന്ന് കരുതി നേരെ ഹോട്ടലിലേക്ക് പോകണം. അതേ മുമ്പിൽ കാണുന്ന തന്നെയായിരുന്നു ഹോട്ടൽ. അങ്ങനെ ഈ ഒരു ദിവസം യാത്രയ്ക്കൊടുവിൽ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ കയറിയത് ഷൊർണൂരിൽ നിന്നാണെങ്കിലും ഇറങ്ങുന്നത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലാണ്. രണ്ടും എനിക്ക് ഒരുപോലെ തന്നെയാണ് വീട്ടിലെത്തുന്നത്.